പ്രിയമുള്ള കുട്ടികളെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 7ാമത്തെ ചാപ്റ്ററിൽ ഫേസർ ഡയഗ്രത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫേസർ ഡയഗ്രാം അത് ഒരു സർക്യൂട്ടിൽ ഓരോ ഉപകരണങ്ങൾ വരുന്നതിനനുസരിച്ച് ആ ഗ്രാഫ് അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിന് കാരണമായിട്ട് നമ്മൾ പറഞ്ഞത് ഈ ഫേസർ ഡയഗ്രത്തിൽ നമ്മൾ വോൾട്ടേജിനെയും കറണ്ടിനെയും ഒക്കെ മാർക്ക് ചെയ്യുന്നത് റൊട്ടേറ്റ് ചെയ്യുന്ന വെക്റ്റേഴ്സ് ആയിട്ടാണ്. സാധാരണ നമ്മളൊരു വെക്ടറിനെ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്യായിരുന്നു അല്ലേ, ഇതിനൊരു ഒറിജിൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വെക്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിങ്ങനെ തിരിയുന്ന വെക്ടറായിട്ട് ഇതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്തരം വെക്ടേഴ്സിന് നമ്മൾ ഫേസർ ഡയഗ്രാം എന്ന് പറയുന്നു. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന വെക്ടേഴ്സ് ആയിട്ട് വോൾട്ടേജിനെയും കറണ്ടിനെയും ഒക്കെ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ 3 ഉപകരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇൻഡക്ടർ, ചാപ്റ്റർ 7ലാണ് നമ്മളുള്ളത്. ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്റർ, ഇങ്ങനെ 3 ഉപകരണങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 3 ഉപകരണങ്ങൾ ഓരോ സിസ്റ്റങ്ങളിൽ വരുമ്പോൾ, ഓരോ സർക്യൂട്ടുകളിൽ വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കറണ്ട് എത്ര, അവിടുത്തെ വോൾട്ടേജ് എത്ര, അവിടുത്തെ മാക്സിമം കറണ്ട് എത്ര, അതുപോലെ തന്നെ മാക്സിമം വോൾട്ടേജ് എത്ര, അതുപോലെ അവിടുത്തെ റെസിസ്റ്റൻസ് എത്ര, അത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കുന്നത്. ഇതിൽ റെസിസ്റ്റൻസിന് പറയുന്ന പേര് റിയാക്റ്റൻസ് എന്നാണ്. സാധാരണ മറ്റു ഉപകരണങ്ങളിൽ ഉണ്ടാകുന്ന റെസിസ്റ്റൻസിന് പറയുന്ന പേരാണ് റിയാക്റ്റൻസ്. റിയാക്റ്റൻസ് എന്ന് പറയുന്നത് ഓരോ സർക്യൂട്ടിലുമുള്ള റെസിസ്റ്റൻസ് തന്നെയാണ്. അപ്പോൾ ആ റെസിസ്റ്റൻസിന് ഇപ്പോൾ കപ്പാസിറ്ററിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഇൻഡക്ടറിന് എന്തുണ്ടായിരിക്കും, ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്, റിയാക്റ്റൻസ്. അപ്പോൾ റെസിസ്റ്ററിന് മാത്രമുള്ള റെസിസ്റ്റൻസ് ആണെങ്കിൽ അതിന് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയും. അപ്പോൾ ഓരോ സർക്യൂട്ടിലും ഏതെല്ലാം ഉപകരണങ്ങളാണോ ഫിക്സ് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിലൊന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലേ, LCR സർക്യൂട്ട്. LCR സർക്യൂട്ട് വരയ്ക്കുകയാണെങ്കിൽ ആദ്യം ഒരു ഇൻഡക്ടർ വരക്കണം അല്ലെ. L എന്നാണ് നമ്മൾ ഇൻഡക്ടറിനെ മാർക്ക് ചെയ്യുന്നത്. ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കമ്പി എടുത്ത് ഇങ്ങനെ സ്പ്രിങ് പോലെ ആക്കിയതിനാണ് നമ്മൾ എന്ത് പറയുക, ഇൻഡക്ടർ എന്ന് പറയാം. കപ്പാസിറ്റർ 2 പാരലൽ ഷീറ്റ് അല്ലെ, ഷീറ്റുകൾ വെച്ചിട്ട് ചെയ്യുന്നതാണ് കപ്പാസിറ്റർ. 3ാമത്തെ റെസിസ്റ്റർ, ഒരു സാധാ ഒരു വയർ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് എന്ത്, റെസിസ്റ്റർ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഉപകരണം LCR സർക്യൂട്ട്. ഇതിനാണ് LCR സർക്യൂട്ട് എന്ന് പറയാം. സർക്യൂട്ട് ആയതുകൊണ്ട് അതിലൊരു സ്വിച്ച് നിർബന്ധമാണ്, ഒരു ഓൺ ഓഫ് സെക്ഷൻ. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക, ഇവിടെ വോൾട്ടേജ് കൊടുക്കും. ഇതാണിപ്പോൾ LCR സർക്യൂട്ട്. ഇപ്പോൾ ഈ LCR സർക്യൂട്ടിൽ ഇൻഡക്ടറിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും, അതുപോലെ കപ്പാസിറ്ററിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും, റെസിസ്റ്ററിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇൻഡക്ടറിൻ്റെ റെസിസ്റ്റൻസിന് പറയുന്ന പേര് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്നാണ്. എന്താണ് പറയുന്നത്, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. കപ്പാസിറ്ററിൻ്റെ റെസിസ്റ്റൻസ് പറയുന്നത് കപ്പാസിറ്റേറ്റീവ് റിയാക്റ്റൻസ് എന്നും, റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസിന് പറയുന്ന പേര് റെസിസ്റ്റൻസ് എന്നുമാണ്. അപ്പോൾ ഈ റിയാക്റ്റൻസ്, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഉണ്ട്, കപ്പാസിറ്റേറ്റീവ് റിയാക്റ്റൻസ് ഉണ്ട്, റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ട്. ഇത് 3നും കൂടി നമ്മൾ ഇംപിഡൻസ് എന്നാണ് പറയുക. അപ്പോൾ ഒരു LCR സർക്യൂട്ടിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ്, അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ Z ആണ്. ഇത് എന്താണ്, ഇംപിഡൻസ്, ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ദിസ് ഈസ് ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഒരു LCR സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് അത് ടോട്ടലായിട്ട് പറയുമ്പോൾ അതിനുപയോഗിക്കുന്ന പേരാണെന്ത്, ഇംപിഡൻസ്. അപ്പോൾ ഇംപിഡൻസ് ഓഫ് LCR സർക്യൂട്ട് എന്നുള്ളത് വളരെ പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട സംഗതിയാണ്. അതൊരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്തതാണ്. എല്ലാ എക്സാമിനും ചോദിക്കുന്ന സംഗതിയാണിത്, ഇംപിഡൻസ് ഓഫ് LCR സർക്യൂട്ട്. അല്ലെങ്കിൽ LCR സർക്യൂട്ടിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുണ്ടായിരിക്കും, ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇംപിഡൻസ് നമുക്കൊന്ന് കണ്ടു നോക്കാം.
കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെസിസ്റ്ററിലേക്ക് കറണ്ട് അല്ലേ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെസിസ്റ്ററിൻ്റെ കേസ് എടുക്കാം. ഒരു റെസിസ്റ്റർ ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സംഗതികൾ നോക്കാം. അവിടുത്തെ വോൾട്ടേജ് അല്ലേ, വോൾട്ടേജ് എത്രയായിരുന്നു? വോൾട്ടേജ് ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി ആയിരുന്നു. സൈൻ ഒമേഗ ടി, V0 സൈൻ ഒമേഗ ടി ആയിരുന്നു. അതുപോലെ കറണ്ട് ഉണ്ടായിരുന്നു അല്ലേ, കറണ്ട് എന്താണ്? I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി, I0 സൈൻ ഒമേഗ ടി ആയിരുന്നു. അപ്പോൾ ഐക്ക് മറ്റൊരു ഇക്വേഷനും കൂടി നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു, I ഈക്വൽ ടു V0 ബൈ അല്ലേ വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. ആ ഒരു ഫോർമാറ്റ്, മാക്സിമം വോൾട്ടേജിനെ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് V0 സൈൻ ഒമേഗ ടി, ഇതായിരുന്നു റെസിസ്റ്റൻസ്. അതുപോലെ I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി ഉണ്ട്, I ഈക്വൽ ടു V0 ബൈ R ഇൻറ്റു സൈൻ ഒമേഗ ടി ഉണ്ട്. അപ്പോൾ ഈ I0 സൈൻ ഒമേഗ ടിയും V0 സൈൻ ഒമേഗ ടിയും എന്താണ്? ബൈ R ഈക്വൽ ആണ്. ഈ സൈൻ ഒമേഗ ടി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? I0 ഈക്വൽ ടു V0 ബൈ R, I0 ഈക്വൽ ടു V0 ബൈ R. അപ്പോൾ റെസിസ്റ്റൻസ് നമുക്ക് കിട്ടും അല്ലേ. റെസിസ്റ്റൻസ് എന്താണ്? ഇവിടെ I0 ഈക്വൽ ടു V0 ബൈ R. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ്. ഇതിൽ നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. റെസിസ്റ്റൻസ് ഈക്വൽ ടു V0 ബൈ I0. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ്, ഒരു റെസിസ്റ്റർ കൊണ്ടുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് മാക്സിമം വോൾട്ടേജ് ഡിവൈഡ് ബൈ മാക്സിമം കറണ്ട് ആണ്. ബൈ ഓംസ് ലോ നമുക്കറിയാമല്ലേ, R ഈക്വൽ ടു VI ആണ്, V ബൈ I ആണ്. പക്ഷേ R ഈക്വൽ ടു എന്താണ്? R ഈക്വൽ ടു V0 ബൈ I0. ഒരു AC കറണ്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, ഒരു AC കറണ്ടിലാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ റെസിസ്റ്റൻസ് എന്താണ്? R ഈക്വൽ ടു V0 ബൈ I0. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു റെസിസ്റ്ററിലൂടെ AC കറണ്ട് കടന്നു പോകുമ്പോൾ ഉണ്ടാകുക. I ഈക്വൽ ടു V0 ബൈ I0. ഇനി അടുത്തത് ഇൻഡക്ടറാണ്. ഇൻഡക്ടർ, ഇതിന് R എന്ന് മാർക്കും, ഇതിന് ഇൻഡക്ടർ എല്ലാം. അപ്പോൾ ഇൻഡക്ടറിലൂടെ കറണ്ട് കടന്നു പോകുന്നു അല്ലെ. V ഈക്വൽ ടു, വോൾട്ടേജിന് വ്യത്യാസമൊന്നും വരുന്നില്ല അല്ലേ. V ഈക്വൽ ടു എന്താണ്? V0 സൈൻ ഒമേഗ ടി ആണ്. V ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി. ഇനി കറണ്ട് എന്തായിരിക്കും നോക്കാം അല്ലേ. V ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കറണ്ടിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്, സാധാരണ പോലെയല്ല. കാരണം എന്തായിരിക്കും? ഇൻഡക്ടർ എന്ന് പറയുന്ന ഉപകരണം കറണ്ടിൻ്റെ ഗ്രോത്തിനെ, വോൾട്ടേജിൻ്റെ ഗ്രോത്തിനെ അല്ലെങ്കിൽ ഡീക്കെ, കൂടുന്നതിനെയും കുറയുന്നതിനെയും, കറണ്ടിൻ്റെ കൂടുന്നതും കുറയുന്നതും തടയുന്ന ഉപകരണമാണ് എന്ത്? ഈ ഇൻഡക്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡക്ടർ എപ്പോഴും അല്ലെ, അതിലെ വോൾട്ടേജും കറണ്ടും തമ്മിൽ ഒരു π/2 ആംഗിളിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരിക്കും. വോൾട്ടേജും കറണ്ടും തമ്മിൽ എപ്പോഴും എന്തുണ്ടായിരിക്കും? ആ ഒരു π/2 ആംഗിളിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ കറണ്ടിന് I0 സൈൻ ഒമേഗ ടി എന്ന് ഒറ്റയടിക്ക് എഴുതാൻ കഴിയില്ല. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? I ഈക്വൽ ടു എന്ന് കറണ്ടിൽ നിന്ന് അല്ല, ഇവിടെ ഈ π/2 ആംഗിൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്ത് എഴുതണം. I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി സൈൻ ഒമേഗ ടി മൈനസ് π/2. ഇതാണ് ഇവിടുത്തെ കറണ്ട്. I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി. ഇവിടെ ശരിക്കും എങ്ങനെ വരിക? I0 സൈൻ ഒമേഗ ടി മൈനസ് I0 സൈൻ π/2. സൈൻ π/2 എന്ന് പറഞ്ഞാൽ സൈൻ 90. സൈൻ 90 എത്രയാണ് സൈൻ 90? ഓക്കെ, സൈൻ 90 1 ആണ്. അതൊക്കെ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്, ഒന്നുകൂടി ഉണർത്തിയെന്ന് മാത്രം. അപ്പോൾ I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി മൈനസ് π/2. ഇനി ഇവിടുത്തെ റെസിസ്റ്റൻസ് കാണും. അപ്പോൾ I0 ഈക്വൽ ടു, ഇനി ഇതിനെ ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ I ഈക്വൽ ടു ഇതിനെ നമ്മൾ ഇൻഡക്ടറിൻ്റെ ടേംസിലേക്ക് മാറ്റി എഴുതാം. അപ്പോൾ I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി മൈനസ് π/2 കിട്ടി. ഇവിടുത്തെ റെസിസ്റ്റൻസിനെ R ഈക്വൽ ടു L ഒമേഗ ആയിരിക്കും. R ഈക്വൽ ടു എന്തായിരിക്കും? L ഒമേഗ ആയിരിക്കും. ഈ L എന്നത് ഇൻഡക്റ്റൻസ് ആണ്. ഇൻഡക്ടറിൻ്റെ
ഇൻഡക്റ്റൻസിനെ കുറിച്ച് നമ്മൾ 6ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. R ഈക്വൽ ടു ഇൻഡക്റ്റൻസ് ഇൻറ്റു ആംഗുലർ വെലോസിറ്റി ആണ്. L ഇൻറ്റു ഒമേഗ. ഒമേഗ ഇസ് ദ ആംഗുലർ വെലോസിറ്റി. അപ്പോൾ ഇൻഡക്റ്റൻസ് ഇൻറ്റു ഒമേഗയാണ് എന്ത് ഇവിടുത്തെ റെസിസ്റ്റൻസ്. ഇതിന് പറയുന്ന പേര് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്നാണ്. ഇൻഡക്ടറിൻ്റെ റെസിസ്റ്റൻസ് പറയുന്ന പേരെന്താണ്? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഈക്വൽ ടു എന്താണ്? L ഒമേഗ. ഇവിടെ R ഈക്വൽ ടു V0/I0 ആണ്. ഇവിടെ R ഈക്വൽ ടു എന്താണ്? L ഒമേഗ ആണ്. R ഈക്വൽ ടു L ഒമേഗ ആണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. അടുത്തത് കപ്പാസിറ്റർ ആണ്. കപ്പാസിറ്ററിൻ്റെ സംഗതികൾ നോക്കും. അപ്പോൾ കപ്പാസിറ്ററിനും ഇതേപോലെ തന്നെ എന്തുണ്ടായിരിക്കും? വോൾട്ടേജ് ഉണ്ടായിരിക്കും, കറണ്ട് ഉണ്ടായിരിക്കും, അതുപോലെ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. നമുക്കറിയാം വോൾട്ടേജ് ഈക്വൽ ടു അല്ലേ. ഇവിടെ കറണ്ട് വോൾട്ടേജ് സാധാരണ പോലെ തന്നെ V ഈക്വൽ ടു V0 sin ഒമേഗ ടി ആണ്. V ഈക്വൽ ടു V0 sin ഒമേഗ ടി ആണ്. ഇനി ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മൾ കറണ്ട് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ കറണ്ട് ഈക്വൽ ടു V0 sorry a second equal to I0 sin omega t plus pi by 2. I equal to I0 sin omega t plus pi by 2. I equal to I0 sin omega t plus pi by 2. അപ്പോൾ ഇങ്ങനെ ഇതാണ് ഇവിടെ കണ്ടോ. അവിടെ ഇൻഡക്ടറിൻ്റെ കേസിലാവുമ്പോൾ പൈ ബൈ 2 ആംഗിള് പിന്നിലായിരുന്നു കറണ്ട്. പക്ഷെ കപ്പാസിറ്റർ ആകുമ്പോൾ എന്താണ്? പൈ ബൈ 2 ആംഗിൾ മുന്നിലാണ് എന്തുണ്ടായിരിക്കുക? കറണ്ട് ഉണ്ടായിരിക്കുക. വോൾട്ടേജിനേക്കാൾ ഒരു ഫേസ് കൂടുതലായിട്ടാണ് എന്തുണ്ടായിരിക്കുക? കറണ്ട് ഉണ്ടായിരിക്കുക. ഇവിടെ വോൾട്ടേജിനേക്കാൾ ഒരു ഫേസ് കുറവായിട്ടാണ് എന്തുണ്ടായിരിക്കുക? കറണ്ട് ഉണ്ടായിരിക്കുക. ഇനി ഇവിടുത്തെ റെസിസ്റ്റൻസ് നോക്കാം. ഇവിടുത്തെ റെസിസ്റ്റൻസ് 1/C ഒമേഗ. 1/C ഒമേഗ. അപ്പോൾ 1/C ഒമേഗ എന്നുള്ളതിൽ C എന്നത് കപ്പാസിറ്റൻസ് ആണ്. കപ്പാസിറ്റൻസ് നമ്മൾ 2ാമത്തെ ചാപ്റ്ററിൽ വിശദമായി പഠിച്ചിട്ടുണ്ടല്ലേ. കപ്പാസിറ്റൻസ് 1/C ഒമേഗ. ഇതിൽ ഒമേഗ എന്നുള്ളത് സാധാരണ പോലെ എന്താണ്? ആംഗുലർ വെലോസിറ്റിയാണ് എന്ത്? ഒമേഗ. അപ്പോൾ ഇവിടുത്തെ റെസിസ്റ്റൻസിന് പറയുന്ന പേര് കപ്പാസിറ്റേറ്റീവ് റിയാക്റ്റൻസ് എന്നാണ്. കപ്പാസിറ്റേറ്റീവ് റിയാക്റ്റൻസ് എന്നാണ് കപ്പാസിറ്റർ കൊണ്ടുള്ള റെസിസ്റ്റൻസിന് പറയുന്ന പേര്. ഓക്കെ, ഇനി നോക്കൂ. അപ്പോൾ ഇവിടെ 3 റെസിസ്റ്റൻസ് ആണ് കിട്ടിയത്. ഒന്ന് റെസിസ്റ്റർ കൊണ്ടുള്ള റെസിസ്റ്റൻസ് എത്രയായിരുന്നു? R ഈക്വൽ ടു V0/I0 ആയിരുന്നു. അതായത് മാക്സിമം വോൾട്ടേജ് ഡിവൈഡ് ബൈ മാക്സിമം കറണ്ട് ആയിരുന്നു. അപ്പോൾ ഇൻഡക്ടർ കൊണ്ടുള്ള റെസിസ്റ്റൻസ് L ഒമേഗ. ഇൻഡക്റ്റൻസ് ഇൻറ്റു ഒമേഗൻ, അതായത് ആംഗുലർ വെലോസിറ്റി. ഇവിടെ കപ്പാസിറ്റർ കൊണ്ടുള്ളത് 1/C ഒമേഗ, അതായത് കപ്പാസിറ്റൻസ് ഇൻറ്റു ആംഗുലർ വെലോസിറ്റിയാണ് എന്ത്? 1/C ഒമേഗ. അതാണ് കപ്പാസിറ്ററിൻ്റെ 3 ഉപകരണങ്ങളുടെയും റെസിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടത്. ഇനി 3ഉം കൂടി കമ്പൈനായി വരുമ്പോൾ എങ്ങനെയാന്ന് നോക്കാം. LCR സർക്യൂട്ട് അല്ലേ. LCR സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ്, ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ 3 ടേംസ് ആണ് ആയിട്ട് എഴുതിയിട്ടുള്ളത്. റെസിസ്റ്റർ എന്ന ഉപകരണം, റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് ആണ് I0R. കപ്പാസിറ്ററിൻ്റെ റെസിസ്റ്റൻസ് ആണ് I0 ഇൻറ്റു കപ്പാസിറ്ററിൻ്റെ റെസിസ്റ്റൻസ്, ഓർ കപ്പാസിറ്റേറ്റീവ് റിയാക്റ്റൻസ് മൈനസ് I0 മാക്സിമം കറണ്ട് ഇൻറ്റു XL കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഡക്ടറിൻ്റെ റെസിസ്റ്റൻസ് ആണ്. ഇൻഡക്ടറിൻ്റെ റെസിസ്റ്റൻസ്. ദെൻ V0 ഈക്വൽ ടു റൂട്ട് ഓഫ് V0 ഈക്വൽ ടു റൂട്ട് ഓഫ് അല്ലേ. ഏതാണ് ഇവിടെ ഒരു ടേം കോമൺ ആയിട്ടുണ്ടല്ലോ. ഏത് ടേമാണ്? I0 എന്ന ടേം ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ കോമൺ ആക്കി എഴുതാം? I0 ഇൻറ്റു ഇവിടെ R², I0 ഇൻറ്റു R², പിന്നെന്തുള്ളത്? I0 ഇൻറ്റു
എക്സ് സി ഉണ്ട് അല്ലേ, പ്ലസ് എക്സ് സി മൈനസ് എക്സ് എൽ, എക്സ് സി മൈനസ് എക്സ് രണ്ട് സ്ക്വയർ, ഈ ഒരു ഫോർമാറ്റ്. അപ്പോൾ I0 ആർ സ്ക്വയറും ആയി, അതുപോലെ എന്തായി I0 എക്സ് സി ഇൻറ്റു I0 ഔട്ടായി. ഇവിടെ നമ്മൾ ഉള്ളിൽ എഴുതുമ്പോൾ I0 സ്ക്വയർ എഴുതണം. അപ്പോൾ റൂട്ടിനെ ഔട്ട് ചെയ്യുക. റൂട്ടിനെ ഔട്ട് ചെയ്ത് എന്തായി I0 സ്ക്വയർ മാറിയിട്ട് എന്തായി മാറി I0 ആയി മാറി. അപ്പോൾ കുറച്ചും കൂടി എളുപ്പം, നമുക്കൊരു സ്റ്റെപ്പ് കുറഞ്ഞു കിട്ടും. I0 ഇൻറ്റു റൂട്ട് ആർ സ്ക്വയർ പ്ലസ് എക്സ് സി മൈനസ് എക്സ് എൽ എക്സ് സി മൈനസ് എക്സ് എൽ ഹോൾ സ്ക്വയർ. അപ്പോൾ V0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, V0 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ആർ ഈക്വൽ ടു അല്ലേ, V0 ഈക്വൽ ടു ആർ ഈക്വൽ ടു V0 ബൈ I0 ആയിരുന്നു. ആർ ഈക്വൽ ടു V0 ബൈ I0 ആയിരുന്നു. ഓക്കെ, അപ്പോൾ V0ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം, ആർ ഇൻറ്റു I0 എന്ന് എഴുതിക്കൂടെ, ആർ ഇൻറ്റു I0 എന്ന് എന്ത് ചെയ്യാം, V0ക്ക് പകരം എഴുതാം. അതുപോലെ ഈ I0ക്ക് പകരം എന്ത് എഴുതാം, I0ക്ക് പകരം വേണമെങ്കിൽ V0 ബൈ ആർ എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഫോർമാറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതാം. അപ്പോൾ V0 ബൈ I0 എന്ന് പറഞ്ഞാൽ എന്താണ്, അത് മേലെ എഴുതിയിട്ടുണ്ട് അല്ലേ, അത് ആറാണ്. ആർ ഈക്വൽ ടു V0 ബൈ I0 ആണ്. ഇവിടെ എന്താ ഉള്ളത്, ഇവിടെ V0 ഉണ്ട്, അതിനെ I0 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. I0 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ I0 എന്താവും, ക്യാൻസൽ ആവും. ആർ ഈക്വൽ ടു V0 ബൈ I0 ദാറ്റ്സ് ഈക്വൽ ടു, ഇവിടെ എന്ത് ചെയ്യണം, I0 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതാണ് V0 എന്ന ടേം. ആ ടേമിന് എന്ത് ചെയ്യാം, I0 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ I0 എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്ത് പോകും. പകരം ആൻസർ ആയിട്ട് ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കപ്പാസിറ്ററിൻ്റെ റെസിസ്റ്റൻസ് 1/c ഒമേഗ മൈനസ് എക്സ് എൽ, ഇൻഡക്ടറിൻ്റെ റെസിസ്റ്റൻസ് L ഒമേഗ ഹോൾ സ്ക്വയർ. ഇതാണ് LCR സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ്. LCR സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് എന്താണ്, ആർ ഈക്വൽ ടു ആർ എന്നല്ല, ആ ടോട്ടൽ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് നമ്മളതിനെ ഇമ്പിഡൻസ് എന്നാണ് പറയുക. അപ്പോൾ ഇമ്പിഡൻസ് Z എന്ന ലെറ്റർ കൊണ്ടാണ് എന്ത് ചെയ്യുക, ഡിനോട്ട് ചെയ്യുക, ഇമ്പിഡൻസ് ഓഫ് LCR. Impedance of LCR Z equal to root of R square plus 1/c omega minus L omega whole square. ഇതാണ് ഇംപിഡൻസ് ഓഫ് LCR. 1/c omega. ഓക്കെ, അപ്പോൾ LCR സർക്യൂട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതിൻ്റെ ഇംപിഡൻസ് തന്നെയാണ്. അത് കണ്ടുപിടിക്കുന്ന രീതിയാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.